Hello guys, welcome to our another video. ഇന്ന് കാണിക്കുന്നത് റെഡ് ഫോർട്ടിന്റെ മൂന്നാം ഭാഗം വീഡിയോ ആണ്, അവസാനത്തേതും. ഇന്നിപ്പോൾ നമ്മൾ ഉള്ളത് കഴിഞ്ഞ ദിവസം കണ്ട മോത്തി മസ്ജിദിന്റെ ഭാഗത്താണ്. ഈ രണ്ട് സൈഡിലും കാണുന്നത് മോത്തി മസ്ജിദാണ്. ഇത് നിർമ്മിച്ചത് ഔറംഗസീബാണ്. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് യൂസിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. അദ്ദേഹത്തിന്റെ പാലസ് ഇതിന്റെ തൊട്ടടുത്താണ്. പാലസിൽ നിന്ന് നടന്നു വരാൻ പറ്റുന്ന ദൂരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് രണ്ട് മസ്ജിദ് ഉണ്ട്, ഒന്ന് ലേഡീസിനും ഒന്ന് ജെന്റ്സിനുമായിട്ട്. മസ്ജിദിന്റെ അകത്ത് കയറി വീഡിയോ എടുക്കാൻ എനിക്ക് നിർവാഹമില്ല. അത് കാരണം ഞാൻ പുറത്തുനിന്നുള്ള വീഡിയോ ആണ് അടിച്ചത്. ഇപ്പൊ ഈ കാണുന്നത് മോത്തി മസ്ജിദാണ്. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു പാലസിലേക്കാണ്. പാലസിന്റെ പേര് രംഗ് മഹൽ എന്നാണ്. രംഗ് മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ നിങ്ങൾക്കറിയാം, രംഗ് എന്ന് പറഞ്ഞ കളറാണ്. അതിനാണ് രംഗ് മഹൽ എന്ന് പേര് വരാൻ കാരണം. ഇത് അവിടെയുള്ള മൊത്തം പാലസുകളിൽ ആറാമത്തെ പാലസാണ്. ഈ പാലസും മറ്റു പാലസുകളെ പോലെ തന്നെ മാർബിൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിവിശാലമായ പാലസാണ്. രംഗ് മഹൽ എന്ന് പറയുന്നെങ്കിലും ഇപ്പൊ രംഗൊന്നുമില്ല, രംഗെല്ലാം പോയി. രംഗ് കുച്ച് ബി നഹി ഹെ, രംഗ് ഥാ അബി രംഗ് നഹി ഹെ, അബി കാ ഹാലത്ത് ഐസി ഹെ, പൂര സഫേദ കളർ ഹെ. ഇപ്പൊ എല്ലാം വൈറ്റ് കളറാണ്. അവിടെ ഇവിടെയൊക്കെ തന്നെ വൈറ്റ് കളറും പോയിട്ടുണ്ട്. ഈ ആറാമത്തെ പാലസ് കഴിഞ്ഞാൽ ഇനി നമ്മൾ പോകുന്നത് പാലസുകൾ എന്ന് പറയുമ്പോൾ ഇനിയുള്ള പാലസുകളെല്ലാം മ്യൂസിയമാണ്. മ്യൂസിയം നമുക്ക് കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ സമയം വളരെ വൈകി തുടങ്ങി. 5:30 മണിക്ക് ഇവിടെ ഇതിനകത്തേക്കുള്ള പ്രവേശനം എല്ലാം ബന്ദ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു പാലസെങ്കിലും കാണാൻ നോക്കാം, അതായത് മ്യൂസിയം. ഇവിടെ നിന്ന് സമയം കളയുന്നില്ല, എത്രയും പെട്ടെന്ന് നമ്മൾ മ്യൂസിയത്തിലേക്ക് നടക്കാം. അതുവരെയുള്ള കാഴ്ചകളും കൂടി കാണിച്ചു തരാം. മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ. ഇവിടെ ഞങ്ങൾ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. മ്യൂസിയത്തിനകത്തേക്ക് കയറി. മ്യൂസിയത്തിൽ വിശാലമായിട്ടുള്ള വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൂട്ടാൻ പോകുന്നത് കാരണം പെട്ടെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. അതിന് 3 നിലയുണ്ട്. ഈ 3 നിലയിലും പ്രവേശിക്കാനുള്ള സമയം തന്നില്ല. ഒരു നിലയിൽ മാത്രം ഒന്ന് ഓടിച്ച് വീഡിയോ എടുത്തു. അത് കാരണം വിശദമായിട്ട് പറയാനൊന്നും പറ്റില്ല. ഒരു ജസ്റ്റ് നിങ്ങൾക്ക് കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും വിശദമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കാണിച്ചു പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെനിക്ക് കണ്ടാലല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അത് കാരണം അതിനൊന്നും അവർ സമ്മതിച്ചില്ല. ജൽദി ജൽദി ഹം ബന്ദ് കർനെ വാലാ ഹും, ജൽദി കരോ എന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു. നമുക്കറിയാലോ, ഇന്ത്യയിൽ ജോലി സമയം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ എത്രയും പെട്ടെന്ന് നമ്മൾ അതിനകത്തുനിന്ന് പുറത്തേക്ക് അടിച്ചിറക്കി താഴിട്ട് പൂട്ടും. അതാണ് അവസ്ഥ. ഇതവിടെ 3 നിലകളുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? ആ കാണുന്ന 3 നിലകളുള്ള ചിത്രമായിരുന്നു. ആ 3 നിലകളിൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം ഒന്ന് കറങ്ങി വന്നപ്പോഴത്തേക്കും തന്നെ അവർ ഞങ്ങളെ പുറത്താക്കി. അവർ അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റിയും അതിനകത്തുള്ളവരും എല്ലാവരും ബഹളം വെച്ചു, എത്രയും പെട്ടെന്ന് പുറത്തു പോകുമെന്നും പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ അതിനകത്തേക്ക് ഒരാൾ കയറ്റി വിട്ടതാണ്, കയറി പൊയ്ക്കോന്ന് പറഞ്ഞിട്ട്. അപ്പം അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്ക് മേളത്തെ നിലയിൽ നിന്ന് ആൾക്കാർ ക്ലോസ് ചെയ്ത് താഴേക്ക് വരികയാണ്. അവർ ഞങ്ങളെ പുറത്തേക്ക് ഇറക്കി വിട്ടു. അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്നൊരു വീഡിയോ എങ്ങനെ പെട്ടെന്ന് എടുത്തതാണ്. വിശദമായിട്ടൊന്നും പറയാനും കാണിക്കാനും ഒന്നും പറ്റിയില്ല. അന്നത്തെ ഇന്ത്യയുടെ ഭൂപടം കണ്ടല്ലോ, ഇതായിരുന്നു അന്നത്തെ ഇന്ത്യയുടെ ഭൂപടം. ഇപ്പോഴത്തെ ഇന്ത്യയിൽ അതിൽ കുറെ ഭാഗം ഇല്ലല്ലോ. അതോ കുറെ ഭാഗം
കൂടുതലായിട്ടുണ്ടോ നോക്കിയാൽ എനിക്ക് തോന്നുന്നത് പഴയ ഭൂപടവും ഇപ്പോഴത്തെ ഭൂപടവുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഓൾറെഡി അടച്ചു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ മേളിലേക്ക് കയറാനുള്ള വഴിയാണ്, അവിടെ എല്ലാം അടച്ചവര്, അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല. മേളത്തെ നിലകളിലൊന്നും പറ്റിയില്ല. ഇനി ഒരു 2 നില കൂടി ഈ ബിൽഡിങ്ങിലുണ്ട്. അത് കഴിഞ്ഞ് വേറെ 2 പാലസും കൂടിയുണ്ട്. ആ 2 പാലസിലൊന്നും കയറാൻ പറ്റില്ല. ഇതിപ്പം ആരുടെ വാളുകളാണോ ആരുടെ കത്തിയാണോ ഇതൊന്നും നമുക്ക് കാണിച്ചു തരാനൊന്നും പറ്റില്ല. ജസ്റ്റ് വീഡിയോ പെട്ടെന്ന് ഇങ്ങനെ എടുത്തു പോയത്, ആ ഭിത്തിയിലൊക്കെ കാണുന്നത് ഞാനിങ്ങനെ പെട്ടെന്ന് എടുത്തതേ ഉള്ളൂ. അവിടെ വരച്ചു വെച്ചിട്ടുള്ള പിക്ചേഴ്സും അതും ഇതും ഒക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ, അല്ലാതെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അടച്ചുപോയി. ഇപ്പം അവിടെ ഇപ്പം രാവിലെ ഞാൻ പോയിട്ടും ഇത്രയും ഭാഗം കണ്ട് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് തന്നെ സമയം 5 മണി കഴിഞ്ഞിരുന്നു. കണ്ടോ, അടച്ച് അവിടെയല്ല. വെറുതെ പുറത്തേക്ക് ഇറങ്ങി വരാനേ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒരു രക്ഷയില്ല. കണ്ട ഈ തോക്ക്, ആ, കൊടാലി, പണ്ടുള്ള ആയുധങ്ങളാണ്. കത്തി, പല ടൈപ്പിലുള്ള കത്തികളുണ്ട്, ചെറിയ ഹാൻഡ് തോക്കുകളുണ്ട്. ഇതൊന്നും എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. എന്റെ മുന്നിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതുപോലും വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചില്ല. ഇതാ ഈ ഭാഗം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. സെൽഫിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുകയോ എന്തെന്ന് വെച്ചാൽ ചെയ്യാം. അതിനൊരു കുഴപ്പമില്ല. അത് ഓപ്പൺ എയർ ആണ്, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ. ഇനി ഇതിന്റെ റൈറ്റ് സൈഡിൽ, ഇപ്പൊ ഞാൻ നിൽക്കുന്നതിന്റെ റൈറ്റ് സൈഡിൽ അങ്ങോട്ട് കാണുന്ന കണ്ട, ഈ പാലസ് ആണ് ഇനി ഉള്ളത്. ഇത് 3 നിലകളിലാണ്. ഇവിടേക്ക് കയറാൻ സമ്മതിച്ചില്ല. അടുത്തൊരെണ്ണം ഇത്. ഇതിലൊന്നും അവർ കയറാൻ സമ്മതിച്ചില്ല. ഇവിടെ എല്ലാം അവർ ബന്ധാക്കി. 5:30 കറക്റ്റ്. പിന്നെ ഇനി വന്നു കഴിഞ്ഞാൽ അതിനകത്തിങ്ങനെ ആ പാർക്കിൽ അവിടെ എവിടെയൊക്കെ ചുറ്റി കിടക്കാം. അവിടെ പാർക്കിൽ നിന്ന് അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അവിടെ ഒരു മ്യൂസിക് ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പ്രത്യേക പ്രോഗ്രാം ഉണ്ട്. ആരുടെ ഒരു പ്രത്യേക ഏതോ ഒരു കമ്പനിയുടെയും കണ്ടെയാണ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് രാത്രിയിലാണ് ഇവിടെ ആ പ്രോഗ്രാം നടത്തുന്നത്. ഇതിനകത്ത് സുവനീർ ഷോപ്പുകളുണ്ട്. ആ സുവനീർ ഷോപ്പുകളെല്ലാം 5:30 മണിക്ക് ക്ലോസ് ചെയ്യും. ഞാൻ അവിടെ പോയിരുന്നു. അവിടെ പോയപ്പോൾ അതിനകത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ക്യാമറയും കൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിനകത്ത് വീഡിയോ നഹീ കർ സക്താ ഹെ. അപ്പോൾ പിന്നെ ഞാൻ അതിനകത്തേക്ക് കയറിയില്ല. അവിടെയും ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കണം. ഇപ്പൊ ഞങ്ങൾ പുറത്തേക്ക് വന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ജുമാ മസ്ജിദിലേക്കാണ്. ഇപ്പൊ പുറത്തുനിന്നുള്ള ഈ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രിയാകുമ്പോൾ കുറച്ചും കൂടി നല്ല ലൈറ്റ് ഒക്കെ ആയിട്ട് തീർത്തും ചുവന്ന കളറിൽ തന്നെ ഇത് കാണും. കണ്ടില്ലേ, അവിടെ താഴെ ഇങ്ങനെ ലൈറ്റ് കാണുന്നു, മേളിൽ ലൈറ്റ് കാണുന്നു. ഈ ലൈറ്റ് ഇങ്ങനെ മൊത്തത്തിൽ നല്ല കാഴ്ചയായിരിക്കും. ഇപ്പൊ ദൂരെ നിന്നുള്ള കാഴ്ചയാണ്. ഞാൻ റോഡിലെത്തി. റോഡിൽ നിന്ന് ഞാൻ റിക്ഷ പിടിച്ചു. റിക്ഷയിൽ ജുമാ മസ്ജിദിലേക്ക് പോവാണ്. അല്ലാതെ അവിടെ വേറൊരു വാഹനം പോകില്ല. ഇപ്പൊ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, അതിഭയങ്കര ട്രാഫിക്കാണ്. ട്രാഫിക്കിൽ ഞാൻ ഏതാണ്ട് കുറേ നേരം കിടന്നു. ഇവിടെ ഇപ്പൊ ഈ സമയമല്ലേ ആയുള്ളത്. ഇപ്പൊ ഞാൻ ജുമാ മസ്ജിദിൽ എത്തുമ്പോൾ ഏതാണ്ട് നല്ല ഇരുട്ടുന്ന സമയമാണ്. എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരേ ഉള്ളൂ ജുമാ മസ്ജിദിലേക്ക്, ഒരു 1-1.5 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര ട്രാഫിക് ജാമാണ്. അതേ കണ്ടില്ല, ഇങ്ങോട്ട് നോക്കിയേ, എന്തൊരു ട്രാഫിക് ജാം എന്നറിയോ, ഭയങ്കര ട്രാഫിക് ജാം. ഇപ്പൊ ഞാൻ അവിടെ എത്തുമ്പോൾ നിങ്ങൾ നോക്കിയോ, നല്ല ഇരുട്ടിയിട്ടുണ്ടാവും, ഒന്നും കാണാൻ പറ്റില്ല. അത് ജുമാ മസ്ജിദിൽ എന്തോ ഒരു തിരക്കാണ്, എന്തോ ഒടുക്കത്തെ തിരക്കത്. അപ്പൊ അതിനകത്തേക്ക് കയറി പോയാൽ തിരിച്ചിറങ്ങി വരാൻ പറ്റില്ല. എനിക്കും അവിടെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിയോ, വളരെ 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 തിരക്കാണ്. ഇവിടെയൊക്കെ ജനങ്ങൾ ഇങ്ങനെ നടക്കാണ്. ഇപ്പം കാലാവസ്ഥ ചെറിയ തണുപ്പും തുടങ്ങിയല്ലോ, അത് കാരണം ഇവിടെയൊക്കെ ഞാൻ ശരിക്കും ബ്ലോക്കിൽ പെട്ടു. ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് ഈ ഭാഗങ്ങളെല്ലാം, നല്ല തിരക്കിലാണ്. ബൈക്ക് പോലും പോകുന്നില്ല. ഇപ്പൊ പണ്ടത്തെ പോലെ റിക്ഷ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടു പോകുന്ന സൈക്കിൾ റിക്ഷകളില്ല. ഇപ്പൊ എല്ലാം മോട്ടറിൽ പ്രവർത്തിക്കുന്ന റിക്ഷകളാണ്. അത് കാരണം പണ്ടത്തെ ഈ മനുഷ്യരുടെ ബുദ്ധിമുട്ട് നമുക്ക് കാണേണ്ടി വരില്ല. പണ്ട് ഞാൻ പോയ സമയത്ത് ഇതുപോലെ ദില്ലിയിൽ പോയ സമയത്ത്, ഇവിടെയൊന്നും അല്ല, ദില്ലിയിൽ പോയ സമയത്ത് അന്ന് ചവിട്ടിക്കൊണ്ടു പോകുന്ന റിക്ഷകളാണ്. ആ മനുഷ്യര് ചവിട്ടുന്ന കണ്ടിട്ട് ഞാൻ അന്ന് അതിൽ കയറിയില്ല. നമ്മൾ ഒരാൾ ഇരുത്തി സൈക്കിളിൽ
ചവിട്ടി ഇങ്ങനെ കൊണ്ടുപോവുക, എന്നിട്ട് അയാളെ തള്ളിക്കൊണ്ടുപോവുക, നമ്മളതിനകത്ത് ഇങ്ങനെ ഇരിക്കുക. അതൊന്നും കൊണ്ട് ഞാൻ സത്യത്തിൽ കയറിയില്ല. ഏതാണ്ട് ഇപ്പോഴും ഈ ലോഡ് കൊണ്ടുവരുന്ന വണ്ടികളുണ്ട് അവിടെ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ബാക്കിയുള്ള റിക്ഷകളെല്ലാം ഇപ്പം ബൈക്കിന്റെ എഞ്ചിൻ പിടിപ്പിച്ച റിക്ഷകളാണ്. അതാണ്ട് നല്ല ട്രാഫിക് ജാം, നല്ല ട്രാഫിക് ജാം എന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക് ജാം, ഒരു രക്ഷയില്ല. റിക്ഷയിലാണ് ഞാനുള്ളത്, എന്നിട്ട് പോലും അത് പോകുന്നില്ല. കണ്ട, ഞാനിപ്പോ ജുമാ മസ്ജിദിൽ എത്തിയപ്പോ ഭയങ്കര തിരക്കാണ് ഇവിടെ, അവിടേക്ക് കേറാൻ പറ്റുന്നില്ല. ഈ ജുമാ മസ്ജിദ് അടച്ചു കഴിഞ്ഞു. ഞാൻ ആ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ, ആ വാതിലിനടുത്തേക്ക് ചെല്ലുമ്പോൾ എന്നെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാല് ജുമാ മസ്ജിദ് അടച്ചു, പൂട്ടി വെളിയിലേക്ക് ഇറങ്ങുന്ന സീനാണ് ഞാൻ കണ്ടത്. ഇതാണ് ജുമാ മസ്ജിദിന്റെ പുറമേ നിന്നുള്ള കാഴ്ച. ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം. ലാൽ കില ഇവിടെ നിന്ന് കാണാം. ലാൽ കില വളരെ അടുത്താണ്. ഇവിടെ നിന്നുള്ള കറക്റ്റ് അവിടേക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്നുള്ള രീതിയിലാണ്. അകത്തേക്ക് കയറിയിട്ട് ഈ പുറത്തേക്കുള്ള വ്യൂ നിങ്ങൾ നോക്കിക്കോ. അവിടെ കാണുന്ന ലൈറ്റ്, ആ കാണുന്നില്ല ലൈറ്റ്, അതാണ് റെഡ് ഫോർട്ട്. അവിടെ വെളിയിലെ തിരക്ക് കണ്ടോ? ഒടുക്കത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്ക്. ആ കാണുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ ഇങ്ങനെ നമ്മൾ പറയുന്ന, നാട്ടിലൊക്കെ പറയുന്ന പോലെ ചാള അടിക്കിയത് മാതിരി ജനങ്ങളാണ്. ജനത്തിരക്ക് എന്ന് പറഞ്ഞ ജനത്തിരക്ക് ആ റോഡിൽ മൊത്തം. അവിടെ നിറച്ച് വഴിയോര കച്ചവടക്കാരാണ്. അവിടെ എന്തിന് ജനങ്ങൾ ഇങ്ങനെ പാനിപൂരിയും മറ്റുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നു. അത്രയും തിരക്കിന്റെ ഇടയിൽ പിന്നെ അവിടെ ഇങ്ങനെ താമസിക്കുന്ന ഫാമിലീസും ഉണ്ട്. അവിടെ എത്രമാത്രം ഫാമിലീസ് ഇങ്ങനെ സൈഡിൽ വഴിയോരത്ത് താമസിക്കുന്ന അറിയോ? അവർക്ക് നെവർ മൈൻഡ് ആണ്. ആൾക്കാർ വരുന്നു പോകുന്നു ഭക്ഷണം കഴിക്കുന്നു, അതൊന്നും അവരുടെ ഒരു ഇഷ്യൂവേ അല്ല. ജുമാ മസ്ജിദ് അടച്ചു കണ്ടോ? അതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല. ഇനിയൊരു അവസരത്തിൽ ജുമാ മസ്ജിദിൽ കയറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ തിരക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാന്നുള്ളതേ ഉള്ളൂ. ആ കാണുന്നതാണ് ലാൽ കില. അത് നേരെ കാണുന്നത് ആ വെള്ള പ്രകാശത്തിന്റെ ബാക്കിൽ കാണുന്ന ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളർ എന്ന് പറയാം. ദൂരം നോക്കുമ്പോൾ ഗോൾഡൻ കളർ പോലെ ഉണ്ട്. അതാണ് ആ കാണുന്നത്. അത് ലാൽ കിലയാണ്. അത് ആ ഒരു മരത്തിന്റെ ഇതുകൊണ്ടാണ് മൊത്തം കാണാൻ പറ്റാത്തത്. അത് റൈറ്റ് ടു ലെഫ്റ്റ്. ഇപ്പോ ഇതോടുകൂടി ലാൽ കിലയുടെയും ജുമാ മസ്ജിദിന്റെയും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയേറെ നന്ദി. എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ആ പാകപ്പിഴകൾ മാറ്റി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം വീണ്ടും.